ഹായ് എവ്രി വൺ, ഹാപ്പി ഗുഡ് മോർണിംഗ്. ദീപയാണ് കേട്ടോ. ശിവരാത്രിയുടെ അന്ന് ഞാൻ എൻ്റെ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നേ. ഞങ്ങളുടെ വീട്ടിൻ്റെ ഒരു 1/2 കിലോമീറ്റർ അകലെയായിട്ട് നീതി കോവിലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കരിക്കടിച്ചാമ്പാറ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പൊങ്കാലയായിരുന്നു കേട്ടോ. പൗർണമിക്കും ശിവരാത്രിക്കൊക്കെയാണ് അവിടെ പൂജയൊക്കെ നടക്കുക. അവിടുത്തെ അടുത്തുള്ള കുറച്ച് നാട്ടുകാരാണ് പൊങ്കാല ഇടാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ അനിയത്തി ഉണ്ടായിരുന്നു പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. നല്ല വെയിലായിരുന്നു. പക്ഷേ ഈ പൊങ്കാലയൊക്കെ ഇങ്ങനെ നിറഞ്ഞു തുളുമ്പുമ്പോൾ വെയിലൊന്നും നമുക്കൊരു പ്രശ്നമേ അല്ല എന്ന് തോന്നും. അപ്പോൾ രാവിലെ പൊങ്കാല ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും രസവടയൊക്കെ കഴിച്ചത്. നല്ല ടേസ്റ്റായിരുന്നു, പ്രത്യേകിച്ച് വിറകടുപ്പിലൊക്കെ വെച്ചുണ്ടാക്കുന്നത് കൊണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ഒരു 1:30 മണിയൊക്കെ ആയപ്പോൾ നല്ല വിഭവസമൃദ്ധമായ സദ്യ കഴിച്ചു. പായസവും രസവും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ പൊങ്കാലയൊക്കെ ഇട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം ഞങ്ങൾ ട്രിവാൻഡ്രത്ത് ഒരു 6:30 മണിയൊക്കെ ആയപ്പോൾ എത്തി. 7:30 ആയപ്പോൾ ഞാനും ഏട്ടനും കൂടെ കുളിച്ച് റെഡിയായി അമ്പലങ്ങളിലേക്ക് പോയി. ആദ്യം പഴയ ശ്രീകണ്ഠേശ്വരത്താണ് പോയത്, പിന്നെ കരകണ്ഠേശ്വരത്ത് വന്നു, പിന്നെ അത് കഴിഞ്ഞ് കാന്തള്ളൂർ വന്നു, പിന്നെ അത് കഴിഞ്ഞ് കിള്ളിപ്പാലത്ത് ശിവക്ഷേത്രത്തിൽ പോയി. അവിടുന്ന് നേരെ ഞങ്ങൾ തളിയിൽ ശിവക്ഷേത്രത്തിലേക്കാണ് പോയത്. അവിടെ തന്നെ 2 ശിവക്ഷേത്രം ഉണ്ടായിരുന്നു. അവിടെ തൊഴുത് കഴിഞ്ഞിട്ട് നേരെ കരമന ശിവക്ഷേത്രത്തിലേക്ക് വന്നു. ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. ആദ്യമായി ഭഗവാനെ കാണുമ്പോഴേ നമുക്ക് സന്തോഷം, കാരണം എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കുമല്ലോ. എനിക്ക് അങ്ങനെ ആദ്യമായിട്ട് ക്ഷേത്രങ്ങളിൽ പോകുന്നത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അതിനുശേഷം വലിയശാല ശിവക്ഷേത്രത്തിലേക്ക് വന്നു. നീറമൺകരയിലൊരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നു, അവിടെ വന്നു. പിന്നെ പത്മതീർത്ഥക്കുളത്തിൻ്റെ ശിവക്ഷേത്രത്തിൽ വന്നു. അങ്ങനെ 11 ശിവക്ഷേത്രം കഴിഞ്ഞതിന് ശേഷം 12ാമത് ഒരു 11:45 ആയപ്പോൾ ശ്രീകണ്ഠേശ്വരത്തെത്തി. അവിടെ തിരക്കിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. എന്നാലും ഭഗവാനെ 2-3 പ്രാവശ്യം കയറി തൊഴാൻ പറ്റി. പിന്നെ നാമമൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം ശിവേലിയൊക്കെ തൊഴുത് ഒരു 4:30-5 മണിയായപ്പോൾ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. നമുക്ക് കാണാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.